ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ലുമഹ്നാസ് GB സീരീസ്. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിന്. അതിനെ പാലൊഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. വെള്ളം ഒഴിച്ചാലും മതി, പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുമെന്ന് മാത്രം. അതിനെ 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അത് കുതിർന്ന് വരും. അങ്ങനെ കുതിർന്ന് വന്നതിന് ശേഷം നമുക്കതിനെ പിച്ചിയെടുക്കാം. ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ശേഷം ഉപ്പിട്ട് പുഴുങ്ങി വെച്ച ഒരു പൊട്ടാറ്റോയും കൂടി ചേർക്കുക. ഞാനിവിടെ തലേ ദിവസം പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ച 2 മുട്ട കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അതിലെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാവും. പൊട്ടാറ്റോയൊക്കെ തീരെ കട്ടകളില്ലാതെ തന്നെ നല്ലോണം ഉടച്ചെടുക്കാം. ഇനി ഇതിനെയെല്ലാം നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. അങ്ങനെ ഞാനിവിടെ ഫുള്ളായിട്ട് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കോട്ടിംഗ് ചെയ്യാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിന്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ആദ്യം മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ കലക്കി വെച്ച മൈദപ്പൊടിയിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബ്രെഡ് പൊടിച്ചതിലും കൂടെ വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിനെ ശരിക്കൊന്ന് ഉരുട്ടി ബോൾസാക്കി തന്നെ മാറ്റാം. അതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഞാനിതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിന്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിന്. ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇത് വേഗം തന്നെ റെഡിയാവും കേട്ടോ. അങ്ങനെ ഒരു സൈഡ് കളർ ചേഞ്ചാൽ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും കളർ ചേഞ്ചാൽ നമുക്കതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ 2 മുട്ടയും 2 ബ്രെഡും ഉപയോഗിച്ച് നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.